ഫ്രണ്ട്സ്, വെൽക്കം ടു എഡ്യൂക്കേസ്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തണകത്തെ സ്കോപ്പ് ഓഫ് ദ വേരിയബിളും ലൈഫ് ടൈം ഓഫ് ദ വേരിയബിളും എന്താണെന്നുള്ളതാണ്. അത് പേര് പോലെ തന്നെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സ്കോപ്പ് ഓഫ് എ വേരിയബിൾ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ പേര് തന്നെ സ്കോപ്പ്, അതായത് ഒരു വേരിയബിളിനെ ഏത് ഏരിയയിലൊക്കെയാണ് സ്കോപ്പ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു വേരിയബിളിനെ എവിടെ വേണേലും ഡിക്ലെയർ ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് നോർമലി ഒരു A=10 എന്ന് പറഞ്ഞ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പുതിയൊരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എവിടെ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ മറ്റൊരു സ്ഥലത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ആ സെയിം വേരിയബിൾ നമുക്ക് അവിടെ ആക്സസിബിൾ ആവണമെന്നില്ല. അതായത് എല്ലാ വേരിയബിൾസും എല്ലാവർക്കും ഒരു കോഡ് ചെയ്യുന്ന സമയത്ത് ആക്സസിബിൾ ആവില്ല. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് സ്കോപ്പുകളാണ് വരുന്നത്. ഒന്ന് ലോക്കൽ സ്കോപ്പും രണ്ട് ഗ്ലോബൽ സ്കോപ്പും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈഡ് ആവും. അപ്പോൾ ലോക്കൽ സ്കോപ്പ് എന്ന് പറയുമ്പം ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേരിയബിൾ ആ ഫംഗ്ഷൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതല്ല, ആ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് ഫംഗ്ഷൻ കോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സെയിം വേരിയബിൾ പിന്നെ വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എറർ അടിക്കും. അതാണ് ലോക്കൽ സ്കോപ്പിൻ്റെ കാര്യം. രണ്ടാമത്തെയാണ് ഗ്ലോബൽ സ്കോപ്പ്. അത് നേരെ തിരിച്ച്, ലോക്കൽ സ്കോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗ്ലോബൽ സ്കോപ്പ്. അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ പുറത്താണ് നമ്മളൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഫംഗ്ഷൻ്റെ പുറത്തായതുകൊണ്ട് തന്നെ ആ വേരിയബിൾ നമുക്ക് ആ ഒരു സ്പെസിഫിക് ഫംഗ്ഷനകത്ത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ആക്സസിബിൾ ഉള്ളൂ. പക്ഷേ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഫംഗ്ഷന് പുറത്താണ്. അതായത് ഡെഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുമല്ലോ, അതിൻ്റെ പുറത്താണ് നമ്മൾ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അന്നേരം ആ വേരിയബിൾ ഫംഗ്ഷൻ്റെ അകത്തും അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ പുറത്തും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതാണ് ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേരിയബിൾ എത്ര സമയം നമ്മുടെ മെമ്മറിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നേ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്കതിനകത്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ലോക്കൽ വേരിയബിളും രണ്ട് ഗ്ലോബൽ വേരിയബിളും. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ലോക്കൽ സ്കോപ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ലോക്കൽ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പം മുതലായിരിക്കും ആ ഒരു സ്പെസിഫിക് വേരിയബിളിന് നമ്മുടെ മെമ്മറിയിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴാണോ നമ്മുടെ ഫംഗ്ഷൻ ഡിസ്ട്രോയ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ വേരിയബിൾ ഡിസ്ട്രോയ് ആക്കപ്പെടും. അതായത് ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വേരിയബിൾ അവിടെ ക്രിയേറ്റ് ആവുന്നു. ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിളിൻ്റെ മെമ്മറി സ്പേസ് അവിടെ ഡിസ്ട്രോയ് ആക്കപ്പെടും. രണ്ടാമത്തെ വേരിയബിളാണ് ഗ്ലോബൽ വേരിയബിൾ. അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഫ്രം ദ സ്റ്റാർട്ടിങ് ആയിരിക്കും നമ്മൾ ആ ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുക. അത് ഡിസ്ട്രോയ് ആവുന്ന എപ്പോഴാണ്? പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ലൈഫ് ടൈം ഓഫ് ദ വേരിയബിളിനും സ്കോപ്പ് ഓഫ് ദ വേരിയബിളിനും കൂടി ചേർത്തിട്ട് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ലോക്കൽ വേരിയബിളിൻ്റെ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഷോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഡെഫ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഡെഫിൻ്റെ ഡി ക്യാപിറ്റൽ അല്ല, സ്മോൾ ലെറ്റർ ആണ്, അതിന് ശ്രദ്ധിക്കാം. അപ്പോൾ ഡെഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഷോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തു. ആ ഫംഗ്ഷന് അകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളോട് 10 എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ അസൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ എക്സിനെ ഞാൻ പ്രിൻറ്റ് ചെയ്തു. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ എക്സിനെ പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഷോ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു നാലാമത്തെ ലൈനിൽ. അപ്പോൾ എനിക്ക് എന്താ ഔട്ട്പുട്ടായിട്ട് കിട്ടും? ജസ്റ്റ് 10 എന്ന് പറഞ്ഞ് എനിക്ക് പ്രിൻറ്റ് ചെയ്ത ഔട്ട്പുട്ടായിട്ട് കിട്ടും. പക്ഷെ ലാസ്റ്റ് ലൈനിൽ നോക്കിയേ, ഞാൻ ആ സെയിം എക്സ് ഫംഗ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ സെയിം എക്സിനെ ഫംഗ്ഷൻ കോൾ കഴിഞ്ഞതിന് ശേഷം പ്രിൻറ്റ് ചെയ്തു. ഫംഗ്ഷൻ കോൾ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അവിടം വരെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഫംഗ്ഷൻ കോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ എക്സിനെ ഫംഗ്ഷന് പുറത്ത് ഞാൻ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത സമയത്ത് എനിക്ക് എറർ വരും. കാരണം എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അകത്ത് ക്രിയേറ്റ് ചെയ്തതാണ്, പുറത്ത് ക്രിയേറ്റ് ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആ എക്സിനെ അവിടെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ലോക്കൽ വേരിയബിളിൻ്റെ കേസ്. അതായത് ആ ഒരു എക്സ് ഫംഗ്ഷനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ എക്സിനെ നമുക്ക് ആ ഫംഗ്ഷൻ കോളിന് തൊട്ട് മുന്നേയുള്ള ലൈൻ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് വേണമെങ്കിലും നമുക്കതിനകത്ത് ചെയ്യാം. പക്ഷേ ഫംഗ്ഷൻ കോളിന് മുന്നേയുള്ള ലൈൻ വരെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ഒരു ഫംഗ്ഷൻ കോൾ അവിടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു വേരിയബിളും വെച്ചിട്ട് ഒരു ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റില്ല. അടുത്ത് നമുക്ക് ഗ്ലോബൽ വേരിയബിൾ എന്താണെന്നുള്ളത് നോക്കാം. ഈ കേസിൽ നമ്മൾ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തത് ഫംഗ്ഷൻ്റെ പുറത്താണ്.
അതായത് രണ്ടാമത്തെ ലൈനിലാണ് ഫംഗ്ഷൻ ക്രിയേറ്റ് ആവുന്നത്. അതിന് മുന്നെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് 10 എന്ന് പറയുന്ന വാല്യൂവിനെ അസൈൻ ചെയ്തത്. അതാണ് നമ്മുടെ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഡെഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് ഷോ എന്ന് പറയുന്ന ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ ഫംഗ്ഷനെ പുറത്ത് ക്രിയേറ്റ് ചെയ്ത് എക്സിനെ പ്രിൻറ്റ് ചെയ്തു, ഫംഗ്ഷൻ കോൾ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ഫംഗ്ഷന് പുറത്ത് ആ സെയിം എക്സിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് 2 10 ആയിരിക്കും വരും. അതായത് ഫസ്റ്റ് ലൈനിൽ ഒരു 10ഉം സെക്കൻഡ് ലൈനിൽ മറ്റൊരു 10ഉം. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ 10 എന്ന് പറയുന്നത് ആരുടെയാണ്? അത് ആ ഫംഗ്ഷനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും, രണ്ടാമത്തെ ലൈനിൽ വരുന്ന 10 നമ്മൾ ഫംഗ്ഷന് പുറത്ത് പ്രിൻറ്റ് ചെയ്തേക്കുന്ന എക്സും ആയിരിക്കും. അതായിരിക്കും ഗ്ലോബൽ വേരിയബിൾ.